പറ്റി മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അത് നിരഞ്ജന്റെ അമ്മ അവരിവിടെ ഇല്ല. എവിടെ പോയി? അറിയില്ല. ഞാനിവിടെ ഇല്ലായിരുന്നു. വന്നപ്പോ ആളില്ല. അത് പറയാൻ വേണ്ടി നിന്നെ വിളിച്ചു. നീ പക്ഷെ ഫോൺ എടുത്തില്ല. ഫോൺ എന്റെ ബാഗിലായിരുന്നു അപ്പച്ചി. ഡാഡി, ഡാഡി. എന്താ അമ്മ എങ്ങോട്ടാ പോയത്? എനിക്കറിയില്ല. ഡാഡിയോടൊന്നും പറഞ്ഞില്ലേ? അറിയാമെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയില്ലേ? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ? സത്യം പറ ഡാഡി, എന്താ ഇവിടെ സംഭവിച്ചേ? നീ എന്താ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണോ? ഒരു സാധു സ്ത്രീയാ അദ്ദേഹത്തിന്റെ അമ്മ. പറയാതെ അവര് എങ്ങോട്ടും പോവില്ല. അഥവാ പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണവും ഉണ്ടാവും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? മോളെ, ഇത് തന്നെയാ ഞാനും ചോദിച്ചേ. അപ്പ എന്നോട് ദേഷ്യപ്പെടുക ചെയ്തേ. പറ ഡാഡി. ഡാഡി അദ്ദേഹത്തിന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ക്രോസ് വിസ്താരമൊന്നും എന്നോട് വേണ്ട. എനിക്ക് താല്പര്യമില്ല. നിന്റെ ഭർത്താവിന്റെ അമ്മയെ കാണാനില്ലെങ്കിൽ നീ പോയി അന്വേഷിക്കണം. അല്ലാതെ എന്നെ സംശയിക്കല്ലേ വേണ്ടത്. സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ പിന്നെ സംശയിക്കാതിരിക്കാൻ പറ്റുമോ ഡാഡി? അവരിവിടെ വന്ന് താമസിച്ചതും ഡാഡിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഇഷ്ടക്കേട് ഡാഡി പ്രകടിപ്പിച്ചു കാണും. ഈർച്ചവാളിന്റെ മൂർച്ചയാണല്ലോ ഡാഡിയുടെ വാക്കുകൾക്ക്. മനസ്സ് നൊന്തായിരിക്കും അദ്ദേഹത്തിന്റെ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്ക് അതിനൊരു പ്രശ്നമില്ല. ഒരു കാര്യം ഞാൻ പറയാം, അവരെവിടെ പോയെന്ന് എനിക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ടല്ല അവർ പോയത്. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. വഴക്കുണ്ടായി കാണുമോളെ, അത് ഉറപ്പാ. ആ ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അമ്മയെ കണ്ടുപിടിക്കണം. അതേ നമുക്കിനി ചെയ്യാനുള്ളൂ. ഭാഗ്യം, കാണാൻ പറ്റിയല്ലോ. ഞാൻ കുറെ അന്വേഷിച്ചു അമ്മേ. ഞാൻ യാദൃശികമായിട്ടാ വഴിയിൽ വെച്ച് അമ്മയെ കണ്ടത്. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയായിരുന്നു. കാറുണ്ട്, അതിൽ പോ. പക്ഷെ അതിനുമുമ്പ് അക്ഷരന്ന് വിളിച്ചു പറയണം. അവരൊക്കെ അവിടെ ആദ്യം പിടിച്ചിരിക്കാൻ. ഹലോ. ആ അക്ഷര, പേടിക്കണ്ട, അമ്മയെ കണ്ടു. കൂടെ ദേവിക ഉണ്ടായിരുന്നു. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ, എന്താ അമ്മ ഇത്? അമ്മ ഇത് എങ്ങോട്ടാ പോയത്? എനിക്ക് വീട് വരെ ഒന്ന് പോണമെന്ന് തോന്നി. എങ്കിൽ ആ വിവരം ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഡാഡി എന്തെങ്കിലും പറഞ്ഞോ അമ്മേ? ഇല്ല. അമ്മ നുണ പറയണ്ട. ഇല്ല മോളെ, അവിടെ ഇരുന്നപ്പോ എനിക്ക് പെട്ടെന്ന് നിരഞ്ജന്റെ അച്ഛനെ ഓർമ്മ വന്നു. അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന വീട് വിട്ടാണല്ലോ മോളെ ഞാൻ മോളുടെ അടുത്ത് വന്ന് താമസിച്ചത്. അത് ശരിയല്ലെന്ന് തോന്നി. അപ്പൊ സങ്കടം വന്നു, അങ്ങനെ ഇറങ്ങിയതാ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാനിത് വിശ്വസിക്കുന്നില്ല. ഡാഡിയുടെ സ്വഭാവം എനിക്ക് ശരിക്കറിയാം. അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ഡാഡി പറഞ്ഞു കാണും. എന്തായാലും വീട്ടിലേക്ക് തന്നെയാണല്ലോ പോണത്. അത്രയും സമാധാനം. ഫോണൊന്ന് വിശാലിന് കൊടുത്തേ അമ്മേ. വീട്ടിൽ തന്നെ കൊണ്ടുപോയി ആക്കണം. വേറെ എങ്ങും ഇറക്കി വിടരുത്. ഞാനങ്ങനെ ചെയ്യോ? ഭദ്രമായിട്ട് വീട്ടിലെത്തിക്കും.
എന്നിട്ട് തിരിച്ചു പോരൂ. പോരെ? ശരി. ശരി.